കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ പാലുകുടി കംപ്ലീറ്റ് സ്റ്റോപ്പായി. 3 നേരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോ ഒന്നും പാല് കുടിക്കുന്നില്ല. പാലുകുടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായിട്ടാണ്. പെൺകുട്ടികളാകുമ്പോൾ വേഗം നിർത്തണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് എത്ര കൊടുക്കാൻ പറ്റുമോ, നിങ്ങളുടെ പാല് വറ്റി ഫുള്ള് ഡ്രൈ ആവുന്നത് വരെ നിങ്ങൾക്ക് ബ്രസ്റ്റ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മോൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതിനെ കുറിച്ചുള്ളൊരു ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ്. അതായത് ഒരു അമ്മയും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമോഷണലും മെൻ്റലി കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ് മുലകുടി നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞിനൊരു സൂത്തിങ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടുന്നതാണ് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞിനെ എന്ത് ചെയ്ത് നമ്മളിപ്പോൾ കുട്ടി വീണാൽ പോലും, ഇപ്പോൾ കൊച്ച് 1-2 വയസ്സൊക്കെ ആയി, കുട്ടി വീണാൽ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ പറയുക പാല് കൊടുക്കാമെന്നാണ്. അപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചൊന്ന് കരച്ചിലൊക്കെ നിർത്തും. അപ്പോൾ വീണിട്ട് ആ ഇമ്പാക്റ്റ് കൊണ്ട് വേദനയിൽ കരയുകയാണെങ്കിൽ പോലും അമ്മയുടെ പാല് കുടിച്ചു കഴിയുമ്പോൾ അമ്മയുടെ ശരീരത്തിലോട് ചേർന്ന് കിടന്ന് മുലപ്പാല് കുടിക്കുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ആ വേദന അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പേടിയോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആ വിഷമം മാറും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെയും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ ആ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരുപാട് വലിയൊരു പങ്ക് നമ്മളെ ഈ ബ്രസ്റ്റ് ഫീഡിങ് വഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെയും ബോണ്ട് വലുതാക്കാൻ. കാരണം ആ കുഞ്ഞിന് ഏറ്റവും സേഫ്, ലോകത്തിലെ ഏറ്റവും സേഫ് അമ്മയാണെന്ന് തോന്നുന്ന ഒരു ഫീല് വരുന്നത് തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ. അതുപോലെ തന്നെ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞിൻ്റെ എന്താ പറയുക, പാല് കുടിച്ചിട്ട് വിശപ്പ് അടക്കിയിട്ടുള്ള കുഞ്ഞിൻ്റെ ഒരു പാല് വായിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞി ചിരിയും ഒരു കള്ളച്ചിരിയും, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ കണ്ണിലേക്ക് നോക്കി പാല് കുടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ നോക്കിയൊരു ചിരിയുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, നമുക്ക് അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ചെയ്യണത് വരെ മാത്രമേ ആ ഒരു സീക്വൻസ് നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത കുഞ്ഞാകുമ്പോഴത്തേനും അടുത്ത കുഞ്ഞിൻ്റെ വേറെ മാനറിസംസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിൽ നമുക്ക് ഫീൽ ചെയ്ത ഒരു ഫീലിംഗ് ആയിരിക്കില്ല പിന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും അത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മോനെ ഇപ്പോൾ 3 വയസ്സായി. 3 വയസ്സ് 3ാമത്തെ പിറന്നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സായപ്പോൾ തൊട്ട് ആൾക്കാർ ഇങ്ങനെ എൻ്റെ വീട്ടിലുള്ള അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തുടങ്ങി നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ പല കമൻസ് പറയാറുണ്ടല്ലോ, ആൺകുട്ടികൾ കുറേ കൊടുക്കാം, പാലിടാം, പെൺകുട്ടികളാകുമ്പോൾ വേഗം നിർത്തണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് എത്ര കൊടുക്കാൻ പറ്റുമോ, നിങ്ങളുടെ പാല് വറ്റി ഫുള്ള് ഡ്രൈ ആവുന്നത് വരെ നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം കേട്ടോ. അതൊരു കുഴപ്പമില്ല, കാരണം അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കേട്ടത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരാൻ ചാൻസ് കൂടുതൽ പാല് കൊടുക്കൽ പെട്ടെന്ന് നിർത്തുന്നവർക്കാണ്. അതായത് പാലിൻ്റെ അംശം കെട്ടിക്കിടന്നിട്ട് അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഒരു 30, 35, 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, അതായത് നമ്മളെ മക്കളൊക്കെ വലുതായി കല്യാണമൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സിംറ്റംസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ എത്രയോ നമുക്ക് കുട്ടികൾക്ക് പാല്, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുഞ്ഞായിക്കോട്ടെ, അതൊന്നും നോക്കണ്ട, എത്ര നമുക്ക് നമ്മളെ കുഞ്ഞിനെ എത്ര വരെ അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ റെക്കമെൻഡേഷൻ പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് എത്രമാത്രം പാൽ ആവശ്യമുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എത്രമാത്രം വറ്റാതെ നിൽക്കുന്നുണ്ട് അത്ര വരെ അത് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ എൻ്റെ മോന് 2 വയസ്സ് 2.5 വയസ്സായപ്പോൾ തൊട്ട് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വയ്യാണ്ടായി, അല്ലെങ്കിൽ എനിക്ക് 2.5 വയസ്സായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. കാരണം നമ്മളുടെ അടുത്ത് കിടന്ന് കുടിച്ചിരുന്ന കുട്ടി പിന്നെ നമ്മളെ തലയിൽ കൂടെ കയറി പാൽ കുടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാവും. നമുക്ക് എന്താ പറയുകയാണെങ്കിൽ അവൻ അങ്ങ് പാല് കുടിച്ച് ഉറങ്ങുള്ളായിരുന്നു. അവൻ കുഞ്ഞിലെ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെ തന്നെയായിരുന്നു ശീലം. നമ്മളിങ്ങനെ പാല് കൊടുത്ത് തന്നെയാണ് ഉറങ്ങിയിരുന്നത്. തൊട്ടിയാലോ തൊട്ടില്ലാട്ടിയാലോ അല്ലെങ്കിൽ പാട്ടുപാടിയാലോ ഒക്കെ ഉറങ്ങിയാലും 8 മിനിറ്റിട്ട് പാല് ചോദിക്കും. അങ്ങനെ അതായത് അവന് ഉറങ്ങിപ്പോയാലും ഞാൻ ഓർമ്മയുണ്ടാവും ഞാൻ പാല് കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അതിപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ പുറത്തൊക്കെ എവിടെയെങ്കിലും ടൂറോ അല്ല മൂന്നാറോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പോലും, ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും അവൻ കാറിലിരുന്ന് ഉറങ്ങിപ്പോയാലും ഉറക്കത്തിനിടയിൽ അമ്മ പാല് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വരും. 2 വയസ്സൊക്കെ ആയപ്പോഴേക്കും സംസാരിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ അങ്ങനെ പാല് കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് പാല് കുടിച്ചിട്ട് പിന്നെ ഉറക്കത്തിലേക്ക് പോകും. അങ്ങനെ പാല് കുടിച്ചേ ഞാൻ ഉറങ്ങുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലായിരുന്നു എൻ്റെ മകൻ. അപ്പോൾ അതൊട്ടും പാലില്ലാണ്ടായി കഴിയുമ്പോൾ നമ്മളെന്താ പറയുക, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ, ശരീരത്തിന് ഭയങ്കര വേദനയൊക്കെ വന്നോളും. കുട്ടികൾ സ്കിൻ ഭയങ്കര നമ്മളെ ബ്രസ്റ്റൊക്കെ നല്ലോണം തൂങ്ങിയിട്ടുണ്ടാവും. സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, കുറച്ച് പെയിൻ കൂടുതലായിരിക്കും.
അപ്പോൾ കുഞ്ഞിങ്ങനെ കിടന്ന് കടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് വെച്ചിട്ട് 2.5 വയസ്സായപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നിർത്താൻ പറ്റിയില്ല. നോക്കി കോഫി കഴിച്ച് നോക്കിയപ്പോൾ കോഫിയുടെ കൊണ്ട് എന്താ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നല്ലാതെ അതുകൊണ്ടൊന്ന് നിർത്താൻ നമ്മൾ പറയും പാല് കേടായി എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വയ്ക്കാൻ തുടങ്ങി. നിപ്പിളുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റർ ടേപ്പിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ പാല് കേടായി, ഡോക്ടർ കുത്തി വെച്ചിരിക്കുകയാണ്, കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ 1-2 വർഷം ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുകയല്ല, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഉറക്കണം, പാട്ടൊക്കെ പാടി ഉറക്കിയാൽ അവൻ കിടന്ന് ഉറങ്ങിക്കോളും. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാലും കുറച്ചേരം കഴിഞ്ഞാൽ അമ്മ മാറിയാ, ഡോക്ടർ മാറ്റിയാ, മാറിയെങ്കിൽ ഞാൻ കുടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗൾഫിലാണുള്ളത്. അപ്പോൾ അമ്മ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നാട്ടിൽ പോയപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ പാലുകൂടി നിർത്തുമ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ ചെന്നിയായം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കായം പോലത്തെ ഒരു സാധനമാണ്, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായമില്ലേ, കായം പോലെ തന്നെ ഒരു സാധനമാണ് ചെന്നിയായം എന്ന് പറഞ്ഞാൽ നമ്മളെ കഷായത്തിന് വേണ്ടിയിട്ട് ആയുർവേദ കടയിൽ കിട്ടും. ചെന്നി നായകം അങ്ങനെ എന്താണെന്നുണ്ട് ഞാൻ പറയാം. ചെന്നിയായം എന്ന് പറഞ്ഞാൽ മതി. അത് ഇങ്ങനെ കായം പോലെ കരിക്കട്ട പോലെ ഇരിക്കും. അത് ഇങ്ങനെ നനച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആവുകയും ചെയ്യും. അത് കഷായത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഭയങ്കര കയ്പ്പാണ്. നമ്മൾ കഷായത്തിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആയുർവേദ മരുന്നിനായിട്ട് ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മളെ നിപ്പിൾസിലും നമ്മൾ ഫുൾ ബ്രസ്റ്റിൻ്റെ ഏരിയയിൽ ഫുള്ള് പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതാണ് നമ്മൾ പൊതുവെ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ കുട്ടികൾക്ക് പാലുകുടി നിർത്താൻ വേണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാലുകുടി നിർത്താൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ക്രീമോ ലോഷനോ എന്തെങ്കിലും മറ്റുള്ളതിനും കോഫി ആണെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കോഫിയുടെ ടേസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളതൊന്നും നിർത്താൻ അത്ര പെട്ടെന്ന് താല്പര്യം കാണിക്കില്ല. അപ്പോൾ ഈ സാധനം ഇതാകുമ്പോൾ ആയുർവേദിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് അതാണ് സ്ത്രീകൾ മേല് പരട്ടിയിട്ട് കിടക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ അത് കുടിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ എൻ്റെ മോന് അവന് കയ്പൊന്നും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് അവൻ ആദ്യമൊക്കെ ഞാനിങ്ങനെ പരട്ടും ഇത് കിടക്കും 2 സൈഡും 2 നിപ്പിൾസിലും. ആദ്യം ഒരു നിപ്പിളിലെ പരട്ടുള്ളായിരുന്നു, ഒരു ബ്രസ്റ്റിൽ പരട്ടിയിട്ട് ഞാൻ പറയും കുടിച്ചു, എൻ്റെ ഇത് കേടായി, പാല് വരുന്നില്ല, പാല് കേടായി, നമ്മുടെ പാല് കേടായി പോയി, ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന് കൊടുത്തപ്പോൾ അവന് കുടിക്കാൻ പറ്റുന്നില്ല കയ്പ്പ് കാരണമാണ്. അപ്പോൾ മറ്റേ പാല് കുടിക്കാൻ പറയും. അപ്പോൾ ഞാൻ അവിടെയും അവനെ കാണിക്കാതെ പോയി പുരട്ടി തിരിച്ചു വന്നിട്ട് അവനെ കുടിപ്പിച്ചപ്പോൾ അതും കുടിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കയ്പ്പ് കാരണമുണ്ട്. ആദ്യമൊക്കെ അവന് അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു, പിന്നെ ഭയങ്കര വാശി കരച്ചിൽ ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായിട്ടു അങ്ങനെ ആദ്യം ഒട്ടും കുടിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വാശി കരച്ചിൽ അങ്ങനെയൊക്കെ ആയിട്ട് അവൻ വിഷമിച്ച നമുക്കും കാണുമ്പോൾ വിഷമാവും, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പിന്നെ അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 3 നേരം കൊടുക്കുന്നത് ഈ സാധനം പരട്ടിയിട്ട് കൊടുക്കുമ്പോൾ അവൻ കുടിക്കില്ല, കരയുന്നു, എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞ കരയുന്നു. അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കുഞ്ഞിന് കൊടുക്കണം എന്നും താല്പര്യമുണ്ട്, കൊടുക്കാനും പറ്റുന്നില്ല. പക്ഷെ ഞാനങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, രാവിലെ കൊടുക്കാം, ഉച്ചയ്ക്ക് നിർത്താം, ഉച്ചയ്ക്കുള്ള പാലുകൂടി നിർത്താം, ഉച്ചയ്ക്ക് അമ്മ റൂമിൽ കൊണ്ടുപോയി ഇറക്കിയാൽ മതി, രാത്രിയും ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ വെളുപ്പിന് എനിക്കുമ്പോൾ ഒരു കുടിയുണ്ട്, അതും ഞാൻ കൊടുക്കുമായിരുന്നു. ഉച്ചയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതായത് ഉച്ചയ്ക്ക് അമ്മ റൂമിൽ കൊണ്ടുപോയിട്ട് അമ്മ ഉറക്കിക്കോളും, എന്നിട്ട് അമ്മയുടെ കൂടെ കിടന്നുറങ്ങിക്കോളും. അത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെയും പാൽ കുടിച്ചുറങ്ങും. അപ്പോൾ അങ്ങനെ ശീലം. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ രാവിലെ നിർത്തി. രാവിലത്തെ കുടിയുണ്ടല്ലോ, അവന് രാവിലെ ഒരു 6 മണി 7 മണിക്ക് എനിട്ടിട്ടൊരു കുടിയുണ്ട്, ആ കുടി നിർത്തി ഞാൻ തട്ടി ഉറക്കും. എന്നിട്ടാലും ഞാൻ പറയും കൂക്ക് വരുന്നുണ്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉറക്കാൻ തുടങ്ങി. തട്ടി രാവിലെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക. അങ്ങനെ കരഞ്ഞ് വിശന്ന് എനിക്കാണെങ്കിൽ ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും കഴുകി ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാവുന്നേ. എന്നിട്ട് തട്ടി ഉറക്കുമായിരുന്നു. അങ്ങനെ രാവിലത്തെ കുടി നിർത്തി, ഉച്ചക്കലത്തെ ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം എടുത്തു അങ്ങനെ നിർത്തി. ഒരു 10-15 ദിവസം എടുക്കും കുഞ്ഞിൻ്റെ പാലുകുടി കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ. അങ്ങനെ ഉച്ചക്കലത്തെ നിർത്തി. ഉച്ചയ്ക്ക് ഡെയിലി അമ്മ കൊണ്ടുപോയി ഉറക്കാൻ. ഭയങ്കര വാശി കേട്ടോ, ഭയങ്കര വാശി കരച്ചിൽ ബഹളം. എനിക്ക് എൻ്റെ അമ്മയോട് ഉറങ്ങിയാൽ മതി, അവിടെ ഉറങ്ങില്ല, ഞാൻ അപ്പുറത്ത് ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് കരയും. പക്ഷെ നമ്മൾ ആ കരച്ചിൽ നമ്മൾ കുറച്ച് കാലം സഹിക്കേണ്ടി വരും. കാരണം ആ പാലുകുടി 3 വയസ്സായി ഇനി അവന് കുടിക്കാനുള്ള പാലെൻ്റെ ശരീരത്തിലില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ മൊമെൻറ്റ്, അതൊരു നമ്മളെ ലൈഫിലുള്ള ഓരോ മൊമെൻറ്റ് പോലെ അത് മനസ്സിലാക്കി കുഞ്ഞിലേക്കും അത് ഈ പാലില്ല അമ്മരെ പാല് കേടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ അവരെ ഉറക്കണം. അപ്പോൾ ഉച്ചയ്ക്കും അമ്മ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയിട്ട് ഉറക്കാൻ തുടങ്ങി. പിന്നെ രാത്രി മാത്രം ഞാൻ
രാത്രി മാത്രമേ ഒരു നേരത്തെ പാലുകൂടിയായി. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ എനിക്ക് കുറേ ദേഷ്യമൊക്കെ വരുമായിരുന്നു. ഈ നിർത്താതെ പാല് കുടിച്ചിട്ട് എനിക്ക് പെയിനൊക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം, ഇറിറ്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ മൂഡ് സ്വിങ്സ് വരുന്ന പോലെ, നമുക്ക് പീരിയഡ്സ് ആകുമ്പോൾ വരുന്ന പോലത്തെ ഇറിറ്റേഷനും ദേഷ്യമൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞു. അപ്പോൾ പാലുകുടിയുടെ ഒരു ഇത് നിർത്തിയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും തേക്കേണ്ടി വന്നില്ല. ഈ ചെന്നായം തേക്കുന്ന പരിപാടി ഞാനവിടെ നിർത്തി. കാരണം അവൻ ഉച്ചയ്ക്ക് അമ്മയുടെ റൂമിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് അമ്മ പാട്ട് പാടി താരാട്ട് പാടി അമ്മയുടെ തോളിൽ കിടന്ന് അവൻ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ അത് ശീലമായി. പിന്നെ ഞാൻ ഈ ചെന്നായം പറ്റുന്ന പരിപാടിയില്ല. രാത്രി ആയപ്പോഴും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം ഉച്ചയ്ക്ക് അത് നമ്മൾ സക്സസ് ആയിട്ടുണ്ട് ആ സംഭവം. അതായത് ഉച്ചയ്ക്ക് അമ്മയുടെ റൂമിൽ കൊണ്ടുപോയിട്ട് അമ്മ പാട്ടുപാടി ഉറക്കുന്നത് സക്സസ് ആയി. അപ്പോൾ തോളിൽ കിടത്തി കഴിഞ്ഞാൽ അപ്പോൾ ഞാനും ഇടയ്ക്ക് അമ്മ പറയും നീയൊന്ന് ഉറക്കി നോക്കുക. കാരണം അമ്മയുടെ തോളിൽ കിടന്നുറങ്ങാനാണ് അവന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനും അത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ കിടന്നുറങ്ങിപ്പോൾ. അങ്ങനെ ഞാനും തോളിൽ കിടത്തി ഉച്ചയ്ക്ക് ഉറക്കാൻ തുടങ്ങി. പിന്നെ രാത്രിയും 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാനും അങ്ങനെ ഉറക്കി. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഉറങ്ങുന്നുണ്ടാവും. ഉച്ചയ്ക്ക് ഉറങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാനിങ്ങനെ പിടിച്ച് കിടത്തി കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അവന് എന്താണോ ഇഷ്ടം, മീനുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനിപ്പോൾ കളിക്കാൻ ഭയങ്കര ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കളിക്കാനും കഥ പറയാനും അവൻ്റെ എന്താ പറയുക ഇമാജിനേഷനിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിനോട് റെസിപ്രിക്കേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അവന് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്ത് പറഞ്ഞുണ്ടാക്കിയ കാര്യം അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് നേരം ഉച്ചയ്ക്ക് കളിച്ച് അല്ലെങ്കിൽ മൊബൈലിൽ കുറച്ച് നേരം എന്തെങ്കിലും കാർട്ടൂണൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും അമ്മ ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോഴും എൻ്റെ പ്രസിഡൻ്റ് അവിടെ ഒന്ന് പിടിച്ചു ചോദിക്കും അമ്മ പാലുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ പറയും ഇല്ല, പാലൊക്കെ പറ്റിപ്പോയി കേടാന്ന് പറയും. ഓക്കെ പറഞ്ഞിട്ട് മുപ്പൊരു കാർട്ടൂൺ കണ്ടിട്ട് ഉറങ്ങാട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ തന്നെ അതായത് ഒരു പ്രായമായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉറക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തന്നെ കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ പാലുകുടി കംപ്ലീറ്റ് സ്റ്റോപ്പായി. 3 നേരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോ ഒന്നും പാല് കുടിക്കുന്നില്ല. പാലുകുടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ ഒറ്റയടിക്കൊന്നും പാലുകുടി, ചില കുട്ടികൾക്ക് നോർമലായിട്ട് മതിയാവും. അതായത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ, അതായത് ചെറുപ്പം മുതലേ ചോറും ചിക്കനും മീനും പൊറോട്ടയും ചപ്പാത്തിയും ചിക്കനും അങ്ങനെ എല്ലാ സാധനവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മുലപ്പാലിനോട് ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതെനിക്ക് വേണ്ട സാധനമെല്ലാം മനസ്സിലാക്കി. ചില കുട്ടികൾ നിർത്താറുണ്ട്, തന്നെ ഓട്ടോമാറ്റിക്കലി നിർത്താറുണ്ട്. പക്ഷേ എൻ്റെ മോനൊക്കെ ഭക്ഷണത്തിനോടൊരു വിരക്തിയുള്ള ആളാണ്. അവൻ 8 മാസം വരെ മാത്രമേ കഷ്ടി കുറുക്ക് തന്നെ കുടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ചോറാണ് കൊടുക്കണം. അപ്പോൾ ചോറ് ഒരു 2 വയസ്സായപ്പോൾ തൊട്ട് ചോറും അവന് മതിയായി തുടങ്ങി. കാരണം 8 മാസം തൊട്ട് 1 വയസ്സ് വരെ അവൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 വയസ്സായപ്പോഴേക്കും ചോറ് അവന് മതിയായി. പിന്നെ 2 വയസ്സൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചോറ്, ഇഡ്ഡലി, ദോശ, പുട്ട് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും താല്പര്യം ഉണ്ടായിട്ടല്ല കഴിക്കുന്നത്. അതിനേക്കാളും ഇവർക്ക് ഇഷ്ടം മുലപ്പാൽ തന്നെ. അപ്പോൾ പക്ഷേ മുലപ്പാൽ നിർത്തിയാൽ മാത്രമേ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാനൊരു താല്പര്യം വരുള്ളൂ. പിന്നെ അപ്പോൾ എനിക്കത് എന്തായാലും നിർത്തണം എന്നുള്ള ഇതിൽ ഞങ്ങൾ നല്ലൊരു സപ്പോർട്ടോടുകൂടി നമ്മൾ നിർത്തി. ഇപ്പോൾ അവൻ എന്താ പറയുക ഭക്ഷണമൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. മുട്ടയൊക്കെ നമ്മൾ 2 ഓംലെറ്റ് അല്ലെങ്കിൽ അങ്ങനെ മുട്ട കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. മോൻ ഭക്ഷണം കഴിക്കാൻ മടിയാണ്, ഞങ്ങൾ പാലുകൂടി നിർത്തി. അപ്പോൾ കൊച്ചിന് എന്തൊക്കെയാണ് ന്യൂട്രീഷ്യസ് ആയിട്ട് കൊടുക്കുക, പാല് അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ പാലിൽ കലക്കി കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പൗഡേഴ്സ് ഉണ്ടോ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുട്ടികൾക്ക് പാലേ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പശുവിൻ്റെ പാല് കുട്ടികൾക്ക് അത്ര നല്ല സാധനമല്ല. ആവശ്യമെങ്കിൽ, അതായത് കുട്ടികൾ കുടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പാല് കൊടുത്താൽ മതി. നമ്മൾ കൂടുതലും മുട്ട, വെജിറ്റബിൾസ്, പനീർ, സ്പിനാച്ച്, ചീര അതുപോലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസും മറ്റ് ഫുഡുകൾ ഐറ്റംസും ചോറും ചപ്പാത്തി, റൊട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് കൂടുതലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കുറേ വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നത് പോലെ കുട്ടികൾക്കും അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ച് അവർ ഡെഫിനറ്റായിട്ടും അവരത് തന്നെ കഴിക്കും. അതല്ലാതെ നമ്മളിങ്ങനെ മുലപ്പാൽ നിർത്തിയതിൻ്റെ പേരിൽ കുറേ പാല് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ ഗുണമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കായിട്ട് എൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നൊരു കാര്യം, കഴിഞ്ഞ ഒരു 10-15 ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-15 ദിവസമായി അവന് ഈ മുലപ്പാൽ കുടിക്കുന്ന രീതി അത് നിർത്തിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് കുറേ 15 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പിൽ പാലുകൂടി നിർത്തുന്ന ഗ്യാപ്പിൽ
ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഇത് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. അതായത് ഇവന് പാലുകൂടി നിർത്തിയത് കൊണ്ടാണ് വാശി. കാരണം ഞാൻ യൂട്യൂബിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ അങ്ങനെ എന്താ പറയുക ഭയങ്കര കുറുമ്പെന്നുള്ള ടൈപ്പല്ല, അല്ലെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ളൊരു ബേബിയാണ്. ഭയങ്കര ചിയർഫുള്ളായിട്ടുള്ള, നല്ല ആക്റ്റീവായിട്ടുള്ള, ഒരുപാട് വാശിയില്ലാത്ത, എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന, ഒരു കുറുമ്പില്ലാത്ത നല്ലൊരു കുട്ടിയാണ്. അപ്പം ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് കുഞ്ഞങ്ങനെ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. അപ്പോൾ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ മോൻ അത്രയും പീസ്ഫുള്ളായിട്ട്, കാമിങ് ആയിട്ട്, വാശിയൊന്നുമില്ല, കുറുമ്പില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആണ്. അങ്ങനെയാണ് അവൻ വളർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പാലുകുടി നിർത്തിയ സമയത്ത് ഒട്ട സ്വഭാവമായിരുന്നു, അച്ചറ സ്വഭാവമായിരുന്നു. അവന് നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്കൊരു മാളിൽ പോകാൻ, നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല, കടകളിൽ പോകാൻ പറ്റില്ല. അവനെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ, അല്ലാതെ പോകാൻ പറ്റില്ല. കാരണം അവൻ അത്രയും നമ്മളെ എന്താ പറയുക അവിടെ കിടന്നും മറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല എൻ്റെ കുട്ടിക്ക് പറ്റിയ ഈ ലൈക്ക് 1 വയസ്സ് 2 വയസ്സ് ഇപ്പോൾ 3 വയസ്സായപ്പോൾ ഇത്രയും കുറുമ്പ് വരാൻ എനിക്ക് കാരണം കുറുമ്പ് കണ്ടിട്ടില്ല. കാരണം കൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ എങ്ങനെ ഈ കുട്ടിനെ ഹാൻഡിൽ ചെയ്യും? ഇത്ര ആൾക്കാർ നോക്കിക്കുമ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഈ കുട്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാനും ഹസ്ബൻഡും പകച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, പാലുകൂടി നിർത്തിയതിൻ്റെ എൻ്റെ വിഷമം അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കുഞ്ഞങ്ങനെ കാണിച്ചത്. അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്മമാർക്കാവുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അവർ നമ്മളുടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തതല്ലേ. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് വാശി ഉണ്ടായിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാശിയൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും അതിന് പകരം എന്തെങ്കിലും അവർ ചോദിക്കുന്നത് ജ്യൂസോ ചോക്ലേറ്റോ കേക്കോ മിഠായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തൊന്ന് സ്പെസിഫൈ ചെയ്യുക. കാരണം ഈ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പതുക്കെ പാലുകൂടി നിർത്തുമ്പോൾ അവർക്കൊരു വാശി വരും. അപ്പോൾ ഒറ്റ ദിവസം തന്നെ പാലുകൂടി നിർത്തണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. ഒരു 10-15 ദിവസമെങ്കിലും എടുക്കും കുഞ്ഞ് ഒറ്റയ്ക്ക് പാല് കുടിക്കാതെ ഒറ്റയ്ക്ക് ബെഡിൽ കയറി കിടന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ അതുവരെ ക്ഷമയോടെ കാത്തു വെക്കുക, കുഞ്ഞിനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിൻ്റെ ഒരു വേദന മനസ്സിലാക്കുക. അതായത് കുഞ്ഞിനോട് ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് വേദനയുണ്ട്, പാല് കൂടി നിർത്താൻ സമയമായി, പൊന്നു വലിയ കുട്ടിയായി, ഇനി പാല് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം പാലുകൂടി നിർത്താൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഒരു ഫേസ് ഉണ്ട്. നമ്മൾ ആ പാലുകൂടി നിർത്തുന്ന സമയത്ത് നമ്മളുടെയും അയ്യോ എനിക്ക് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു ഫേസിൽ കൂടെ നമ്മളൊക്കെ കടന്നു പോകും. എന്ത് ചെയ്യുന്നറിയാതെ പോകുന്നൊരു ഫേസ് നമുക്കുണ്ട്. ആ ഫേസിനപ്പോൾ എന്താ പറയുക, അതൊന്ന് തരണം ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും സ്റ്റേ സ്ട്രോങ്, ഹാപ്പി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.